എൻ്റെ മോനെ, ഉഫ്, ഇതെന്താണ്? ഇതിൻ്റെ വലിപ്പം നോക്ക്, സൈസ് നോക്ക്. എത്ര ഇതിൻ്റെ പൈസ എത്ര? 32 ലാക്കാ? 32 ലക്ഷം ഉറുപ്പ്യേ? സത്യം പറയട്ടെ, വീഡിയോയിൽ വരും. 32 ലക്ഷം ഉറുപ്പ്യേ ഇതിനാ? ഈ കിടക്കുന്നത് 32 ലക്ഷം ഉറുപ്പ്യൻ്റെ ബൈക്കാണ്. KTM 1290 cc അഡ്വഞ്ചർ എസ്. അതെന്താ ഇരിക്കണം? അഡ്വഞ്ചർ എസ്സാ? അഡ്വഞ്ചർ എസ്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. മാസങ്ങൾക്ക് ശേഷം ഞാൻ യൂട്യൂബ് വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ബൈക്ക് സർവീസിന് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ട്രിപ്പ് പ്ലാനിലുണ്ട്. ഒരു 10 ദിവസത്തെ പരിപാടിയാണ്. 4 ദിവസം നമ്മുടെ വഴിയെ കാണാം എവിടെയാണെന്നുള്ളത്. അവിടെ വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിന് എത്തി. ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന പോലെയാണ് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈക്ക് ഓൾറെഡി സർവീസിന് കൊടുത്തു. ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ബാംഗ്ലൂരിൽ. അവിടെ സർവീസിന് കൊടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ് ഞാൻ. അപ്പോൾ ഫുൾ സർവീസും കഴിഞ്ഞ് എല്ലാവിധ പരിപാടിയും കഴിഞ്ഞിട്ട് ബൈക്കായിട്ട് ഞാനൊരു ട്രാവൽ ചെയ്യാൻ പോവാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രാവലാണ്. യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നോക്കാം എവിടേക്കാണ് പോകണമെന്നുള്ളത്. ഓട്ടോ എത്തിയിട്ടുണ്ട്. ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടുന്ന് ഓട്ടോയിൽ നേരെ പോയി അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ തിരിച്ചു വരുന്നു. ഇന്ന് ക്രിസ്മസാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഓൾറെഡി ക്രിസ്മസ് പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എക്സ്പെർട്സ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, മെരി ക്രിസ്മസ്. ഒരു ഹായ് പറയും. മെരി ക്രിസ്മസ് പറയൂ. ബൈ ബൈ. അപ്പോൾ ഓക്കെ, പോയി നോക്കട്ടെ. കുറേ കാലമായില്ലേ നമ്മൾ ക്യാബിൽ പോയിട്ട്? അത് ഒരുമിച്ച് പോയിട്ടില്ല എത്രയും കാലമായിട്ട്. അഭിനയിക്കുന്നത് അതെ. എവിടെയാണ് ഞാൻ താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ബാംഗ്ലൂർ മടിവാളയാണ് താമസിക്കുന്നത്. അപ്പോൾ മടിവാളിൽ നിന്ന് ബന്നാർഘട്ട ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ക്യാബ് എടുത്തിട്ട് നേരെ അവിടെ പോയിട്ട് ബൈക്ക് എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നത്. വരുന്ന വഴി കുറച്ച് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കാണാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് ആണല്ലോ. ക്രിസ്മസ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ. പരിപാടികളൊക്കെ ഓണാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എണീറ്റിട്ടുണ്ടാവുള്ളൂ. ഏകദേശം ഇവിടെ 4 മണിയായിട്ടോ. പക്ഷേ രാത്രികത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ഇപ്പോഴായിരിക്കും എണീക്കുന്നുണ്ടാവുക. അപ്പോൾ ബന്നാർഘട്ടയിലാണ് പുതിയ മെട്രോ വന്ന്. ബന്നാർഘട്ടൻ്റെ അടിപൊളിയാട്ടോ മെട്രോ. സ്വന്തമായിട്ടിരുന്ന് പൊളകിതം കൊള്ളുക വേണ്ട. നീ 2K ഷെയർ, 2K പോസ്റ്റ്, 2K ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഫോളോവേഴ്സൊക്കെ? 100 ഫോളോവേഴ്സിന് മേലെ ഇപ്പം ഇന്ന് കയറിയിരിക്കുന്നത്. പക്ഷേ ഓരോ ഫോളോവേഴ്സും നമുക്ക് വിലപ്പെട്ടാണ് കേട്ടോ. ഒരു ഫോളോവർ കയറുമ്പോൾ ഞാനൊക്കെ ഒരു ഫോളോവറിനൊക്കെ ഞാൻ എണ്ണിയിരിക്കാറുണ്ട്. മറ്റേ ഇങ്ങനെ നോക്കും, അക്കൗണ്ടിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. 1 2 3 എന്നൊക്കെ വേണ്ടേ. ഇന്ന് 120 ആയില്ലേ, ഇന്ന് 130 ആയില്ലേ. 10 ഫോളോവേഴ്സൊക്കെ നമ്മൾ എണ്ണിയിരിക്കാറുണ്ട്. അങ്ങനെ 1500 ഫോളോവേഴ്സ് എന്ന് തുടങ്ങിയതാണ് ഇൻസ്റ്റഗ്രാം. ഇപ്പോൾ ഏകദേശം 7154 കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം 3 മാസം ആവുന്നുള്ളൂ. അപ്പോൾ ഓരോ ഫോളോവറും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ പറയുക, ഇത്ര ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങിയല്ലോ അല്ലേ എന്നുള്ളൊരു ഫീലിങ്സും ഒക്കെ ഇതിൽ വരും. ഏകദേശം ഷോറൂമിൻ്റെ അടുത്ത് എത്താറായി. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. എന്ത് വിഷമം വന്നാലും എന്ത് സന്തോഷം വന്നു കഴിഞ്ഞാലും ഈ കാണുന്ന ഈ സ്പോട്ടിൽ വന്നിരിക്കും. റോയൽ മീനാക്ഷി മാൾ. എത്ര ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടുന്ന് അടുത്ത ആരെയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുപോവുക മീനാക്ഷി മാളിൻ്റെ ഉള്ളിലോട്ടാണ്. എന്നിട്ട് അവിടെ ഇരിക്കും. അവിടെ നമ്മൾ ഈ മെക്ഡിയിൽ പോയിട്ട് നല്ല എന്താ പറയുക 29 രൂപയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കിട്ടും, മറ്റേ സോഫ്റ്റ് സെർവ്. അതൊക്കെ മേടിച്ച് അത് കഴിച്ച് ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. സ്ട്രഗ്ലിങ് പീരീഡിലായിരുന്നു നമ്മൾ ഈ ഏരിയയിൽ താമസിക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളൊന്ന് മാറി കുറച്ചും കൂടിയൊക്കെ സമ്പാദിക്കാൻ തുടങ്ങി, പുതിയ പരിപാടികൾ തുടങ്ങി. അപ്പോൾ സ്ട്രഗ്ലിങ് പീരീഡിൽ നിന്നും ഈ പീരീഡിലോട്ട് മാറിയ സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ. ഇവാളിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടോയിൽ വരാൻ ഏകദേശം 150 രൂപ ആയത്. ഭയങ്കര ചീപ്പാണ്. 150 രൂപ, ഏകദേശം 100 രൂപ പെട്രോൾ അടിക്കണം.
ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ട്രാഫിക്കിലൊക്കെ നിന്ന് സെറ്റാക്കി വരുമ്പോഴത്തേന്. അപ്പോൾ ഓട്ടോയിൽ ഏകദേശം 150 റുപ്യ നമുക്കായിട്ടുള്ളൂ. ഭയങ്കര എന്താ പറയുക, ചില സമയത്ത് ക്യാബ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ചെറിയ പൈസ ആവുള്ളൂ. പിന്നെ നമ്മൾ ഈ 3 പേര് 4 പേരൊക്കെ വരുമ്പോൾ ക്യാബാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് എനിക്ക്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കുറവാട്ടാണ്. അതെ, വരുമ്പോഴും അവിടെ റെഡി ബൂം ബാങ്. ഹായ് പറയൂ. ഹായ്, നമസ്തേ. നമസ്തേ. വണ്ടി ഫുൾ സർവീസ് ചെയ്ത് ഇനി കിട്ടിയിട്ടുണ്ട്. ഇതേ ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഡിക്കേറ്റർ മാറ്റി. ഇവിടെ നല്ല ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തുനിന്ന്. എൻജിൻ ഓയിൽ ലീക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ സർവീസിന് വന്നപ്പോൾ ഒരു കിടിലൻ സാധനം വന്നിട്ടുണ്ട് പറഞ്ഞ് കാണിച്ചു തരാം. 1290 cc ഉള്ളൊരു സാധനം കാണിച്ചു തരാം. അത് 1290 cc ഉള്ള KTM-ൻ്റെ ഒരു വണ്ടി. ബാറ്ററി അടിച്ചുപോയി, അത് കാരണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം, ലുക്ക് എങ്ങനെയുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇതല്ലേ എൻ്റെ മോനെ, ഊഫ്, കിടക്കണ നോക്കിയാ. ലാ ഹൗല വലാ. ഇതെന്താണ്? ഇതിന് വലിപ്പം നോക്ക്, സൈസ് നോക്ക്. ഇതിന് ബുക്കിംഗ് ഉണ്ടാ? എത്രണ്ണോ? 3 എണ്ണ? എൻ്റെ അമ്മോ. ഇതിന് മുന്നോക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടുവാ. സൈസ് നോക്ക് സാധനത്തിൻ്റെ. സാധനത്തിൻ്റെ മേലെ കയറിയിരിക്കാൻ പറ്റുമോ? ഓഫ്, കയറിയിരിക്കാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല, ബാറ്ററി ഇല്ല. ഒരു ജമണ്ടൻ സാധനം. എന്താ ഫിനിഷിങ്, ഏതാ ലുക്ക്. ബുക്ക് ചെയ്യാനാ? അവിടെ നിന്ന് എത്ര? ഇതിൻ്റെ പൈസ എത്ര? 32 ലാക്കാ? 32 ലക്ഷം റുപ്യേ? സത്യം പറയട്ടെ, വീഡിയോയിൽ വരും. 32 ലക്ഷം റുപ്യേ ഇതിനാ? 32 ലാക്ക് ഇതൊക്കെ. ഈ കിടക്കുന്നത് 32 ലക്ഷം റുപ്യൻ്റെ ബൈക്കാണ്. KTM-ൻ്റെ 1290 cc അഡ്വഞ്ചർ എസ്. അതെന്താ എഴുതിക്കണം? അഡ്വഞ്ചർ എസ്സാ? അഡ്വഞ്ചർ എസ്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബുക്കിങ്ങുമായി ബന്ധപ്പെടേണ്ടത് ആരാണ്? ഡയറക്റ്റ് ഷോറൂമിൽ ബന്നാർഘട്ട KTM-ൻ്റെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. 1290 cc ഉള്ള 32 ലക്ഷം റുപ്യൻ്റെ ഈ ബൈക്ക്. സൈലൻസറിൻ്റെ ഒക്കെ സൈസ് നോക്കി. എൻ്റെ മറ്റേ ഡോമിനാർ കൊടുത്തിട്ട് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി ബാക്കി എത്ര അടക്കേണ്ടി വരും? എൻ്റെ 2 കിഡ്നി കൂടെ വെച്ചവിടെ 2 കിഡ്നിയും കൂടെ കൊടുക്കണം. ഡോമിനാർ കൊടുത്തിട്ട് ഡോമിനാറിൻ്റെ പൈസ ആവും ഇതിൻ്റെ സർവീസിന്. അതിൻ്റെ ഒരു ടയറിനാവും. ടയറിനാ? എൻ്റെ ഡോമിനാർ കൊടുത്തു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഒരു 1000 പോലും എത്താൻ പറ്റില്ല ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഏകദേശം എത്ര വില ഉണ്ടാവും? 3 years. ഒരു 3 to 4 years. ഒരു റൂമിൻ്റെ അപ്പുറം ഇപ്പുറം, ഒരു 1 hour ഇവിടെയും ഒരു 1 hour ഇപ്പുറത്ത് ഒരുമിച്ച് അപ്പുറം ഇപ്പുറം താമസിച്ചിരുന്ന ആൾക്കാരാണ്. മൂപ്പരാണ് KTM-ലെ സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബന്നാർഘട്ട റോട്ടിൽ സർവീസുമായിട്ട് എന്ത് ബന്ധപ്പെട്ടാലും KTM ഓർ ബജാജ് മൂപ്പര് കണക്ട് ചെയ്ത് തരും. KTM-മായി ബന്ധപ്പെട്ട ചെയ്ത് കൊടുക്കൂലേ നമ്മളെ ആൾക്കാർക്ക് പ്രത്യേകം. പിന്നെന്താ, അടിപൊളിയായിട്ട് ചെയ്ത് തരും. മൂപ്പരുമായി ബന്ധപ്പെടുക. അരുൺ ബ്രോ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ബന്ധപ്പെടുക. താങ്ക് യു. നിങ്ങളുടെ 1290 cc വണ്ടി കാണിച്ചു തന്നതിനും നമ്മളെ വണ്ടി അടിപൊളിയായി ചെയ്തു തന്നതിനും പോയിട്ട് വരാം. വരാം. ചേട്ടാ, ഈ പെട്രോളിന്റെ വില ദിനംപ്രതി കുതിച്ചു വരുന്നോണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? 10-20 വർഷമായി ഞാൻ ബൈക്ക് കാറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അന്നും അതെ ഇന്നും അതെ 50 രൂപയ്ക്ക് അടിക്കും ബൈക്കിൽ. ഒരു പെട്രോൾ പമ്പിലും എന്നോട് 10 പൈസ എന്നോട് കൂടുതൽ ചോദിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ ഒരു കുഴപ്പമില്ല. 499. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കയറ്റണമെല്ലാം കണ്ടുപിടിച്ച് അത് കുറപ്പിക്കാനുള്ള സംവിധാനമല്ല ആദ്യം ചെയ്യേണ്ടത്. അതിന് അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണെന്ന് അറിയണം. ചേട്ടനറിയാമോ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ്? ചേട്ടനറിയാമോ? ആർക്കെല്ലാം അറിയാമോ? ആർക്കും അറിയില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മൾ ഭരിക്കണ മന്ത്രിമാർക്ക് പോലും അറിയില്ല അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ്. പിന്നെ എങ്ങനെ എന്തിനു വില കുറയ്ക്കും? തള്ളുമ്പോൾ അതന്നെ ഏറ്റവും വലിയ തള്ള. ഐസൻ ഇപ്രാവശ്യം ഇവിടെ നിന്ന് എന്തായാലും കഴിക്കണമുണ്ട്, വീഡിയോ എടുക്കണമുണ്ട്. എന്തായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണിക്കണമല്ലോ ഞങ്ങൾ എന്താണ് കഴിക്കണമെന്നുള്ളത്. തുക്കാന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം, ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും തുക്ക. അപ്പോൾ ഞങ്ങൾ തുക്ക ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കമോൺ ഗൈസ്. ഹായ് ബൈ. ചിക്കൻ തുക്ക ചിക്കൻ തുക്ക
एक चिकन तुक्का വേണ്ട ചിക്കൻ തുക്ക. ഇപ്പോഴത്തെ ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റിന് അടിപൊളി സാധനം അത്. നല്ല തണുപ്പല്ലേ, ആ തണുപ്പ് സമയത്ത് നല്ല സൂപ്പി പ്ലസ് എന്താ പറയുക നൂഡിൽ അടിപൊളിയാണ് കേട്ടോ. വയലൊക്കെ വെള്ളം വരുന്നു. ആഹാ ഞൊക്ലാജ്യ തുക്ക നിങ്ങളൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയില്ല. ഞങ്ങൾ നിയർ ബൈ സ്പോട്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഉമാമി ഫ്ലേവർ. ഉമാമി മീൻസ് നമ്മുടെ അജിനോമോട്ട ആ സാധനം ഉണ്ടല്ലോ, അതിനാണ് ഉമാമി എന്ന് പറയുന്നത്. വരും മറ്റേ ഈ ചിക്കൻ്റെയും ബ്രോത്തുകളുണ്ടല്ലോ, ബ്രോത്തുകളൊക്കെ നല്ല ഉമാമി ഫ്ലേവറാണ് പറഞ്ഞേക്കാം. നല്ല അതും നല്ല ഈ ചൂടും ആ മീൻസ് ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ഈ ബ്രോത്തും അതിൻ്റെ കൂടെ നൂഡിൽസും ചിക്കനൊക്കെ മസ്റ്റ് ട്രൈ സാധനം. ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ കഴിക്കും. അതിൽ നിങ്ങൾക്ക് നല്ല ബ്രോത്ത് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ തുക്ക കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്, മസ്റ്റ് ട്രൈ നോക്കും. നീ ആദ്യമായിട്ടല്ലേ ഈ സാധനം കഴിക്കുന്നത്? അതെ അതെ, ഫസ്റ്റ് ടൈം. അടിപൊളി അടിപൊളി. നമ്മുടെ ജോൾ മോമോ വന്നിട്ടുണ്ട്. സെയിം താൻ തന്നെയാണ്, കുറച്ചും കൂടി തിക്ക് ഗ്രേവി ആയിരിക്കും. അതിൽ കൂടുതലും ഫെംലിങ്സ് ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ജോൾ മോമോ. അതായത് മോമോസ് ഒരു നമ്മുടെ പീനട്ടില്ലേ, കടല വറുത്തിട്ട് അരച്ചിട്ട് അത് വെച്ചുണ്ടാക്കുന്ന ഒരു സോസ്. അത് ഭയങ്കര തിക്കായിരിക്കും. ഇതിലും തിക്കാണ് ഞാൻ ചില തരത്തിൽ കഴിച്ചിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് ലൂസാണ്. പക്ഷേ നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫ്ലേവറായി സാധനത്തിന്. ഭയങ്കര ബേൺഡ് ഫ്ലേവറാണ്. സൂപ്പർ സാധനം. നമ്മുടെ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ കടലൊക്കെ ഇങ്ങനെ വറുത്ത് അരച്ച് അതിൻ്റെ കൂടെ നല്ല ബ്രോത്ത്, നല്ല ഇഞ്ചി, ഒരു വെളുത്തുള്ളിൻ്റെ ഒക്കെ ഫ്ലേവർ. ഇത് അടിപൊളി സാധനം. ഇത് ഭയങ്കര അടിപൊളിയുണ്ട്. മാഷാഅല്ലാഹ്. വിടുവാ ഈ ശരി പാരത്തിലോട്ട് കിടക്ക്. സാധനം എങ്ങനെയുണ്ട് പറയാം. സൂപ്പ് ഭയങ്കര തിക്കാണ്. ഓക്കെ, പിന്നെ നല്ല ഫ്ലേവർ ഉണ്ട്. അധികം എരിവില്ല, അധികം ഉപ്പില്ല, അധികം ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അങ്ങനെ ജഫുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോവാണ്. ഏറ്റവും വില പറഞ്ഞ കേക്ക് അതാ വെച്ച് നോക്കിയാ. ഏതാ ഇതിന് എത്രയാ? 45 റുപ്യ. 45? അത് പിടിക്കാം അല്ലേ? 45ലേക്ക് 45ൻ്റെ ഏത് അവിടെ ചെനക്കാൻ പോണം. ആ ചെക്ക സാധു പാവണ്. ഇഞ്ഞ പോയോട് ഏത് റെഡ് വേണ്ട. ഇപ്രാവശ്യം നമുക്ക് വൈകിട്ടെ അമ്മ ഇപ്രാവശ്യം ഒരു തല സെൻ്റത്ത് അതാത് ഈ സാധനം റേറ്റ് ചോദിച്ചോ. ഇതെല്ലാവരും കേൾക്കാം ഒരേ പ്രൈസാ? 500, 380, 40, 40, 380. എന്നിട്ട് ഇവിടെ വാ ഇജ്ജ് പറഞ്ഞ പൈസ ഇവിടെ ഇറക്കി. എടാ ഒരു സ്വന്തം കൂട്ടുകാരന് ഒരു കേക്ക് മേടിച്ചു കൊടുക്കാനുള്ള കായില്ലെങ്കിൽ ഏതാ? റെഡ് എത്ര പറഞ്ഞേ? 500. എന്നാ റെഡ് എടുത്തോളൂ. ഓപ്പൺ ഫിക്സ് ഒന്നും പറയല്ല. എന്താ ഇതാ മെരി ക്രിസ്മസ് എഴുതിയാലോ? അയിമല്ല ഹാപ്പി ബർത്ത്ഡേ ജഫു. ആ രാജൻ എഴുതിയാലോ? രാജൻ എഴുതിക്കോളി. ഹാപ്പി ബർത്ത്ഡേ രാജൻ. ആ മതി. ഹാപ്പി ബർത്ത്ഡേ രാജൻ. രാജനൊക്കെ എത്ര? 500. അന്നേരം 500 കൊടുത്തു. എന്നിട്ട് ബാക്കി നമ്മള് തരാട്ടാ. അതെ ജഫുവിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ രാജൻ എന്നാണ് എഴുതിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും. ഹാപ്പി ബർത്ത്ഡേ രാജൻ. ഓക്കെ,
അങ്ങനെ ഞങ്ങളുടെ അത് പൊളിച്ച് ഇടിമുട്ടി രാജന്റെ ബർത്ത്ഡേ ആണ്. യെസ്. അപ്പോൾ അടിവാള നേരെ ക്ലബ് ഷവാൻ്റെ ഓപ്പോസിറ്റ് ഓവൻ മാജിക് ഓവൻ എന്നിട്ടായിരുന്നു കേക്ക് മേടിച്ചിട്ടുണ്ട്. ഇതല്ലേ മാജിക് ഓവൻ. ചെയ്യാൻ വേണ്ടി പോയി ഒരു ഗിഫ്റ്റ് കിട്ടിക്കണേ. ഈ ലോകം മൊത്തം നടന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കാണ്. ഇത് ആദ്യമായിട്ട് കിട്ടുന്നോണ്ടാണ്. ഇതാ പറഞ്ഞത്, ഇതെനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നോണ്ടാണ്. ഇന്ത്യനെ ഒരു 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 ജാക്കറ്റ് ഇട്ടിക്കണേ. ചിക്ക് പോയിട്ട് 100-150 രൂപ ജാക്കറ്റ്. അതിന്റെ 1000-2000 ഉറുപ്പ്യാന്നൊക്കെ. അതിന് കണ്ടിപ്പരിപ്പിന് വില ഉണ്ട്, അല്ലാണ്ട് അതിന്റെ ജാക്കറ്റിന് വില ഇല്ല. സ്വന്തം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാത്തതിൽ തെറ്റിപ്പോയി സായത്. സായദേ റെഡി ആക്കി തരാ. ഇന്റെ ഒരു ജാക്കറ്റ് ഇരിക്കണ്ട അവിടെ, കൊടുന്നേരാ. ഇത് ഞാനല്ല, പാത്തുവാ. ഇത് ഷക്കീബ്, ഇത് സുഫൈർ, ഇത് ഷക്കീബ്, ഇത് കല്യാണി, ഇത് അമീർ, ജഫുവിന്റെ സർപ്രൈസ് ഗിഫ്റ്റുമായി ഇത് ഞാൻ കൊടുത്തോളാം. കാരണം എന്താ അറിയോ, ഞാൻ കൊടുത്താലേ ഇത് ഞാൻ കൊടുത്താന്നറിയുള്ളൂ, അല്ലാണ്ട് ഇഞ്ഞും കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. വേണ്ട, ലോക്കാക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഇത് കൂട്ടിയാൽ മതി. വാ, ഫുള്ള് ഗ്യാങ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഞങ്ങൾ ഒരു ഓസിലിന്റെ ഒരു ഇതിന്റെ ജേഴ്സി അടിച്ചു. കുഞ്ഞാട്ടുകളെ നിക്കാ, ഞാൻ അത് ഗിഫ്റ്റ് കൊടുക്കട്ടെ. അത് അങ്ങനെ ഞാൻ ആദ്യം അർജന്റീന എടുക്കാൻ വിചാരിച്ചു, അതിനെ കൊണ്ട് ഇടിപ്പിക്കാൻ വിചാരിച്ചു. ഒന്ന് ഓസിലും ഒന്ന് മറ്റേ വേറെ ആരും. വല്ലേ ആ കണ്ണും മിക്കവാറും ഇടി കിട്ടും, ഉറപ്പായിട്ട് ഇടി കിട്ടും. എന്നാ മുറിച്ചു കൊടുക്ക്. ഞാൻ ബുക്ക് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഒരു ചെറിയ സ്നാനൊക്കെ എടുത്തിട്ടുണ്ടോ? ബുദ്ധിമുട്ടല്ലേ, മലോൺ ഇതെടുക്കുകയാണ്. തടയാൻ പറ്റുന്നവർക്ക് തടയാം. എന്തായാലും മറ്റേ ഇവിടെ വിട്ടും പോവില്ലല്ലോ. ഒന്ന് ഫാത്തിമ, ഒന്ന് എന്റെ. സന്തോഷമില്ല, അതിന് തെറ്റിടക്ക. ഒന്ന് ഫാത്തിമ, രണ്ടും ഫാത്തിമ. സന്തോഷമില്ലേ? സന്തോഷമില്ലേ? അല്ല, ഇനി ജഫുവിന്റെ എന്താ പറയണ്ടേ? 4 വാക്ക് വരണ്ടേ ജഫുവിനെ കുറിച്ചിട്ട്? എവിടെ ക്യാമറ? എവിടെ തന്നെ ഇങ്ങനെ ദേശു സഹിച്ചു 4 വാക്ക് പറഞ്ഞുകൂടെ ജഫുവിനെ കുറിച്ചിട്ട്? ജഫു എന്തേനു ഈ കേക്കിലെഴുതിയ പേര്? ഇടിമുട്ടി രാജൻ എന്നറിയപ്പെടുന്ന ജഫു, സ്വന്തമായി കൊട്ട ഇടിമുട്ടി രാജൻ. സ്ക്വയർ ആർട്സിന്റെ മണിമുത്ത് നെടുന്തൂൺ എന്നറിയപ്പെടുന്ന ഇടിമുട്ടി രാജൻ ഇടിമുട്ടി. രാജൻ ഇടിമുട്ടി. അതായത് ഒരു ജേഴ്സി ഫാത്തിമയുടെ പേരിലും ജസീലിന്റെ പേരും സമർപ്പിച്ചു കൊള്ളുന്നു. ഇടിമുട്ടി രാജൻ ഇടിമുട്ടി, സ്വന്തമായി കൊട്ട, അടി വെടി കൊത്ത്. ഇടിമുട്ടി രാജൻ ഇടിമുട്ടി രാജൻ. ബാ കുർബാനുണ്ട്. ഞാൻ എന്നെ ശ്രദ്ധിച്ചു. 2 വാക്ക് സംസാരിക്കുവാൻ വേണ്ടി ഇടിമുട്ടി രാജനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ആദരപൂർവ്വം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. 2 വാക്ക് പറയൂ. പിന്നെ 2 വാക്കായിരിക്കുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വന്ന ജസീലിലും പാത്തു
പിന്നെ കല്ലോ ആ പേരെഴുതിയതിന്റെ മെയിൻ ആള് കല്ലോ ഓന്റെ തൊള്ളേന്ന് അത് വരുള്ളൂ. ഗിഫ്റ്റിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ഇടിമുട്ട് രാജൻ. പോണാ പറ. ഗിഫ്റ്റ് എന്ന ഒസിൽ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നെയ്മർ എനിക്ക് ഇഷ്ടമാണ്, അടിപൊളി. നെയ്മർ എഴുതിക്കണു ആണോ? പക്ഷെ നെയ്മർ എന്ന ഗിഫ്റ്റാ സീന്. അങ്ങനെ ഈ ഒരു ബർത്ത്ഡേയോട് കൂടി പറയട്ടെ, ഈ ബർത്ത്ഡേയോട് കൂടി ഞാൻ പറയട്ടെ, അങ്ങനെ ഈ ഒരു ബർത്ത്ഡേയോട് കൂടി ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീണ്ടും അടുത്തൊരു പുതിയ വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ, ബൈ ബൈ. ബോഹോലോഗോ റെഡി ബോഹോലോഗോ ബൊഹീമിയൻ ഫ്രം ബോഹോലോഗോ. അപ്പോൾ നമ്മൾ ജഫുവിൻ്റെ ബർത്ത്ഡേ ഇവിടെ തീരുകയാണ്. ജഫുവിൻ്റെ ബർത്ത്ഡേയോട് കൂടി ഈ വ്ളോഗും ഇവിടെ തീരുകയാണ്. ഞാൻ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം ബോഹോലോഗോ.